കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഷിജു വാഴയിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ഇന്ന് രാവിലെ കാങ്കോൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന് സെക്രട്ടറി ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവர்களാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ആശംസിക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം പുതിയ മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലത്തിൽ പരിഗണിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നു. പ്രിയമുള്ളവരെ, എനിക്കറിയുന്നത് 2006 ഏകദേശം 20 വർഷം മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ആളാണ് ഷിജു വാഴയിൽ. തുടർന്ന് ഇങ്ങോട്ട് നിരവധിയായ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് CPM-ൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് നേരെ ബോംബുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ വീടിന് പോലീസ് കാവൽ നിന്നിട്ടും അദ്ദേഹത്തിന്റെ വീട് അടിച്ചു പൊളിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം തല്ലി തകർക്കുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാം. ചെറിയ 2 കുട്ടികളും അമ്മയും ഒപ്പം കഴിയുന്ന അദ്ദേഹത്തെ വലിയ രീതിയിൽ അതിക്രൂരമായ രീതിയിലാണ് പലപ്പോഴും CPM-ന്റെ നേതൃത്വം പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ ഈ സാഹചര്യങ്ങളിലൊന്നും പതറാതെ പാർട്ടിക്ക് വേണ്ടി കൃത്യമായി നിലകൊള്ളുകയും ഏറ്റവും അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ കൃത്യമായി ബൂത്തിലിരിക്കുകയും അവസാന സമയം വരെ ബൂത്തിലിരിക്കുകയൊക്കെ ചെയ്ത് കരുത്ത് കാട്ടിയ പ്രിയപ്പെട്ട ശ്രീ ഷിജുവിന്റെ പ്രവർത്തനത്തിന്റെ കരുത്തിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിലമതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാങ്കോൽ ആലപ്പടമ്പ് മണ്ഡലത്തിൽ ഒരു യുവ മുഖം മണ്ഡലം പ്രസിഡന്റായി വരട്ടെ എന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട ശ്രീ ഷിജു വാഴയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്നത്. അമ്മയുടെ പ്രയാസങ്ങളെല്ലാം ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അവർ കൂടി ഇതിന്റെ ഭാഗമായ എന്നുള്ളതിലുള്ള സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുന്നു. DCC സെക്രട്ടറി MK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. AP നാരായണൻ, KK സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് TK ഗോപിനാഥ്, A ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, വൈഷ്ണവ് TT, രാജൻ മാസ്റ്റർ, രവി പന്നംവയൽ, ഷീബ മുരളി, വൈശാഖ ടൂടുക്ക, ചിത്രാസി തുടങ്ങിയവർ ആശംസ അറിയിച്ചു. ഷിജു വാഴയിൽ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നിരവധി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കാങ്കോൽ ആലപ്പടമ്പിന് ഒരു പുതിയ പിറവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരനായ ഷിജു ഇവിടെ സ്ഥാനമേറ്റെടുത്തിരിക്കുകയാണ്. മാറ്റമുണ്ടാകും. ആ മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ജഗദീശ്വരൻ എല്ലാ ശക്തിയും കൊടുക്കട്ടെ. അർഹതയില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട പയ്യന്നൂരിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 47 രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പയ്യന്നൂരിലെ കാങ്കോല് അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം, നമ്മുടെ ഭരണഘടന നമുക്ക് തന്ന സ്വാതന്ത്ര്യം, അത് ആസ്വദിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായില്ല എന്നുള്ള ഒരു ദുഃഖകരമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കാങ്കോൽ ആലപ്പടമ്പ് എന്നൊരു പ്രദേശം എല്ലാം കൊണ്ടും വൈവിധ്യമാർന്നൊരു പ്രദേശമാണ്. എല്ലാ മതത്തിൽപ്പെട്ട ആരാധനാ ആലയങ്ങളും എല്ലാ വർഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരും ഒരുപോലെ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത്. പ്രത്യേകിച്ചും മലയോര കുടിയേറ്റ കർഷകരുടെ ഇതിഹാസ ജീവിതങ്ങൾക്ക് ഒരു പൊൻപ്രഭയേകിയ ഒരു നാടാണ് കാങ്കോൽ ആലപ്പടമ്പ്. നമുക്കൊക്കെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാങ്കോൽ ആലപ്പടമ്പ് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു യുവ നേതൃത്വം വന്നു എന്നറിയുമ്പോൾ
സ്വാഭാവികമായും നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയുള്ള നമ്മുടെ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം പിന്നീട് തീരുന്ന വിഷയമാണ്. ഈ 10 വർഷത്തെ യാതന, നമ്മൾ അനുഭവിച്ച യാതന, ആ യാതനയിൽ നിന്നെല്ലാം മോചനം കിട്ടി നമ്മളൊരു പുതിയ ഭരണ സംവിധാനത്തിലേക്ക് വന്നു. വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ ഒരു സംശയം വിചാരിക്കണ്ട. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസനീയമായ ചികിത്സയും 24 മണിക്കൂർ അത്യാഹിത സേവനവും. ജനറൽ മെഡിസിൻ, ENT, ഫിസിയോതെറാപ്പി, ശിശുരോഗ വിഭാഗം, ECG, ലാബ്, ഫാർമസി തുടങ്ങി സമഗ്ര ആരോഗ്യ സേവനങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് മലബാർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പാടിയൊട്ടിച്ചാൽ കരുതലോടെ ആരോഗ്യത്തിന്റെ നേർരേഖ.